ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് സിമ്പിൾ പുളിശ്ശേരിയാണേ. ഓക്കെ, നമുക്കപ്പം പുളിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളരിക്കയും പച്ചമുളക്, പിന്നെ കടുക് വറുക്കാൻ കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ ചെറിയ ഉള്ളി. ഓക്കെ, നമുക്ക് വെള്ളരിക്ക ഇട്ട് വേവിച്ചെടുക്കാം, പച്ചമുളക് കൂടെ ചേർത്തിട്ട്. വെള്ളരിക്ക ഇല്ലെങ്കിൽ കുമ്പളങ്ങ ഇട്ടും ചെയ്യാവേ, നല്ല ടേസ്റ്റാണ് കുമ്പളങ്ങ ഇട്ടാലും. ഓക്കെ, നമുക്കിതിലേക്ക് ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്ത്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പിട്ട് വേവിക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റാണ്. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് കുക്കർ അടച്ച് വേവിക്കാം. ഒരു 5 വിസിൽ മതിയാവും, അപ്പോഴത്തേക്ക് വെള്ളരിക്ക വേവും. ഇനി നമുക്ക് തേങ്ങ അരയ്ക്കാൻ എടുക്കാം. കുറച്ച് തേങ്ങ മതിയാവും, പുളിശ്ശേരിക്ക് അധികം തേങ്ങ വേണ്ടല്ലോ. ഈ തേങ്ങയിലേക്ക് നമുക്ക് കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കാവേ. കണ്ടോ, ഇത് മതിയാവും ജീരകം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞിട്ടില്ലേ, ഇത് മതി. ഇനി നമുക്ക് കുക്കറിൽ തുറന്ന് നോക്കാം. വെള്ളരിക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ഒന്ന് അടിച്ചെടുക്കാം. നല്ല കട്ടി തൈരാക്കണ്ടോ, ഒന്ന് ചെറുതായിട്ട് ലൂസാക്കി എടുക്കണം നമുക്ക്. ഞാൻ പകുതിയോളം തൈര് എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ലൂസായിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്ക് വെള്ളരിക്ക വേവിച്ചതിലോട്ട് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ജീരകവും കൂടെ അരച്ചില്ലേ, അത് ചേർത്ത് കൊടുത്ത് തിളച്ചിട്ടുണ്ട്. ഇനി തൈര് അടിച്ചത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ ഓഫ് ചെയ്യണേ, അല്ലെങ്കിൽ ചൂടായി പോകും ഒത്തിരി. ഇതിലേക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയ തീ മതി കേട്ടോ. കടുക് വറുത്ത് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞിട്ടുണ്ട്, വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി പുളിശ്ശേരിയിലേക്ക് ഒഴിക്കുക. നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, സിമ്പിളല്ലേ സംഭവം.